നീലി ഭൃംഗാതികേരം ആയുർവേദത്തിൽ മുടി വളർച്ചയ്ക്കും മുടിയുടെ പ്രശ്നങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ഒരു യോഗമാണിത്. സഹസ്രയോഗത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടി നീലയമരി അല്ലെങ്കിൽ നീലി, ഉഴിഞ്ഞ കഞ്ഞുണ്ണി, ഭൃംഗരാജ ഇവയെല്ലാം എടുത്ത് കഴുകി ചെറുതായി മുറിച്ച് നീരെടുക്കുക. പച്ചനെല്ലിക്കയും ചതച്ച് പിഴിഞ്ഞ് നന്നായി നീരെടുത്ത് സൂക്ഷിക്കുക. പിന്നീട് ഈ 4 നീരും തുല്യ അളവിലെടുത്ത് നമ്മൾ എണ്ണ കാച്ചാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എണ്ണ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എടുത്ത അതേ അളവിൽ നീലയമരിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഭൃംഗരാജ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ നീരും തുല്യ അളവിലാണ് എടുക്കേണ്ടത്. ഉഴിഞ്ഞയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് പച്ചനെല്ലിക്ക ചതച്ച് പിഴിഞ്ഞിട്ടുള്ള നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 4 നീരും ആട്ടിയ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി നീരെല്ലാം വറ്റിച്ചെടുക്കേണ്ടതാണ്. 3-ാം ദിവസം കുന്നിവേര് എടുത്ത് കഴുകി അതിൻ്റെ കൂടെ ഇരട്ടി മധുരം ചേർത്ത് അഞ്ജനക്കല്ല് ചതച്ചതും ചേർത്ത് കൽക്കമാക്കുക. കൽക്കമാക്കിയത് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി ഇതെല്ലാം ഇതിൻ്റെ ജലാംശമെല്ലാം വറ്റിച്ച് എടുക്കേണ്ടതാണ്. ഇനി 4-ാം ദിവസം തൊട്ട് പാല് ചേർത്ത് കൊടുക്കുകയാണ്. എരുമപ്പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഈ പാല് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇനി 5-ാമത്തെ ദിവസം പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാല് ചേർത്ത ശേഷം തലേ ദിവസത്തെ പോലെ ഇത് നന്നായി വറ്റിച്ച് എടുക്കേണ്ടതാണ്. പിന്നീട് അടുത്ത പാല് ചേർത്ത് കൊടുക്കണം. അടുത്ത ദിവസം 6-ാം ദിവസം ആട്ടിൻ പാല് ചേർത്ത് കൊടുക്കുക. 7-ാം ദിവസം നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ പാലും ഒരേ അളവിലെടുക്കണം. അതിനുശേഷം നന്നായി ഇളക്കി ഇതിലെ ജലാംശമെല്ലാം ഈ തിള വരുന്നതൊക്കെ വറ്റി അവസാനം ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നീലി ഭൃംഗാതി എണ്ണ.